ആസാദി എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട്. ആസാദി കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഡൽഹി JNU എന്നൊരു കോളേജ് ഉണ്ട്, അറിയാം. അവിടെയാണ് ഇതിന്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നുണ്ട്, ആസാദിയുടെ. ചന്ദ്രശേഖർ ആസാദ് അല്ല, അവിടുന്നാണ് ആസാദി ഉണ്ടായത്. അപ്പൊ എന്തായാലും ഈ കാശ്മീരിൽ ഇപ്പം ഈ നമ്മുടെ കാശ്മീർ, കാശ്മീർ ഇന്ത്യയുടേതാണ്, എന്നാലും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പിന്നെ നമ്മുടെ കാശ്മീർ എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ കാശ്മീരിൽ ഇപ്പോൾ ഈ സെക്ഷൻ 370 എടുത്ത് ആർട്ടിക്കിൾ 370 എടുത്ത് റദ്ദാക്കിയതിന് ശേഷം അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. അവിടുത്തെയുള്ള എല്ലാ ജനങ്ങളും പൊതുവെ പറയുന്നത് ഇത് വളരെ നല്ല കാര്യമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെയൊക്കെ അവിടെ എന്താ പറയുക, ഒരു സ്ത്രീകൾക്കൊന്നും അവിടെ പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി മറ്റെല്ലാ സംസ്ഥാനങ്ങളും പോലെ ആയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തയാണ് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതായത് പാക് അധീനത കാശ്മീർ, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീരിലും ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവിടെ പറയുന്നത് നമുക്ക് പാകിസ്ഥാനിൻ്റെ കൂടെ ഭാഗമാവണ്ട, നമുക്ക് ഇവിടുന്ന് മോചനം വേണം, നമ്മൾ ഇന്ത്യയോടെ പോയി ചേർന്നോളാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അതായത് ആസാദി എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആസാദി ആദ്യം വിളിച്ചു തുടങ്ങിയത് നരേന്ദ്രമോദിക്കെതിരെയാണ്. ലോകം മുഴുവൻ അത് ചില പ്രത്യേക മതവിഭാഗത്തിലുള്ളവർ വിളിച്ചു കൂകിക്കേട്ട് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ കേരളത്തിലും അതിൻ്റെ ചില പ്രതിധ്വനികൾ നമ്മൾ കേട്ടതാണ്. കടിച്ചപ്പെട്ടത്തെ വാക്കൊക്കെ കേട്ടിട്ട് പ്രേക്ഷകർ പേടിക്കണ്ട. ഇത്തരത്തിലുള്ള ചില തട്ടമിട്ട വിളികൾ കേട്ടതിന് ശേഷം ആ തട്ടമിട്ട പെണ്ണുങ്ങളെയൊന്നും പിന്നെ നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളെ ഇന്ത്യയിലേക്ക് വിട്, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ കിടക്കണ്ട. ബലൂജികൾ പറയുന്ന അതേ വാദങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിലെ പട്ടണമായ റാവൽകോട്ടയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യമില്ല, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഞങ്ങളെ അടിച്ചമർത്തുന്ന, ഞങ്ങളോട് ക്രൂരത കാണിക്കുന്ന, പട്ടിണി ഇട്ടിരിക്കുന്ന, ഞങ്ങളെ മതം മാത്രം പഠിപ്പിച്ച് ചാവേറുകളാക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഞങ്ങൾക്ക് നിൽക്കണ്ട, ഞങ്ങളെ എങ്ങനെയെങ്കിലും സ്വതന്ത്രമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയാണ് പാകിസ്ഥാനിൽ. ആ പ്രക്ഷോഭം അടിച്ചമർത്താൻ പിന്നെ കണ്ണില്ലാത്ത ക്രൂരത കാണിച്ച് പാക് സൈന്യം രംഗത്തിറങ്ങുകയാണ്. അവർ തടവിലാക്കുന്നു പല നേതാക്കളെയും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാക് അധീന കാശ്മീരിൽ നടക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ വൻ പ്രക്ഷോഭം. പ്രധാന പട്ടണമായ റാവൽകോട്ടയിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ മുദ്രാവാക്യ വിളികളുമായി തെരുവിലിറങ്ങിയത് സംഘർഷത്തിലാണ് എത്തിയത്. ഈ മേഖലയിൽ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണിത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രകടനക്കാർ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ആസാദി, അതായത് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട പതാകകൾ വീശുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പാക് സൈന്യം പ്രക്ഷോഭകരെ അടിച്ചമർത്തി. വർഷങ്ങളായുള്ള അവഗണന, രൂക്ഷമായ തൊഴിലില്ലായ്മ, മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധിച്ചവർക്ക് നേരെ പാക് സൈന്യം ലാത്തി ചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായി. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു. പ്രക്ഷോഭം പാക് അധീന കശ്മീരിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുൻപ് അടിച്ചമർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി നേതാക്കളെ തടവിലാക്കിയിട്ടുണ്ട്. മേഖലയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സൈനിക ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ എന്നിവയ്ക്കായുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന പരാതി. കൂടാതെ പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ, പ്രത്യേകിച്ച് ജലവൈദ്യുതിയും ധാതുക്കളും പഞ്ചാബ് പ്രവിശ്യയുടെയും സൈനിക സ്ഥാപനങ്ങളുടെയും പ്രയോജനത്തിനായി വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും പറയുന്നു. സ്വാതന്ത്ര്യമാഘോഷം അക്രമാസക്തമായതോടെ പാകിസ്ഥാനിൽ 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 8 വയസ്സുള്ള പെൺകുട്ടി അടക്കമാണ് കൊല്ലപ്പെട്ടത്. അശ്രദ്ധമായി വെടിവെച്ചതാണ് മരണകാരണം. സംഭവത്തിൽ 60-ലധികം പേർക്ക് പരിക്കേറ്റു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾക്കൊപ്പം ആക്രമണങ്ങൾ നടന്നു. കറാച്ചിയിലുടനീളം സമാനമായ ആഘോഷ വെടിവയ്പ് സംഭവങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കറാച്ചിയിലെ അസിസാബാദിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വെടിവയ്പിൽ പെൺകുട്ടി മരിച്ചത്. കോറാങ്കി മേഖലയിൽ നടന്ന വെടിവയ്പിൽ സ്റ്റീഫൻ എന്നയാളും വെടിയേറ്റ് മരിച്ചു. ലിയാ ഖത്താബ്, ലിയാരി, മെഹബൂബാത്ത്, അക്തർ കോളനി, കിമാരി, ബാൽദിയ, ഒറാങ്കി ടൗൺ, പാപേഷ് നഗർ എന്നീ മേഖലകളിലാണ് ആഘോഷ വെടിവയ്പ് അപകടത്തിൽ കലാശിച്ചത്. വെടിവയ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്നായി 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകളുണ്ട്.
ജനുവരി മാത്രം 5 സ്ത്രീകൾ ഉൾപ്പെടെ കുറഞ്ഞ 42 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു, 233 പേർക്ക് പരിക്കേറ്റു, അതിലും 5 പേർ സ്ത്രീകളാണ്. ഇവിടെ ഇതെല്ലാം അരങ്ങേറിയിരിക്കുന്നത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ്. അപ്പോൾ ഇപ്പോഴും ഈ വിഭജനത്തിന്റെ വേദന ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ഈ ഒരു മഹാസംസ്കൃതിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ അതിൻ്റെ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ അവർ വളരെ വേദനയോടെ തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുഹമ്മദ് അലി ജിന്നയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, നെഹ്റുവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ തന്നെ പറയേണ്ടി വരും. നെഹ്റുവും കൂടെ സമ്മതം കൊടുത്തിട്ട് ആണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അത് അങ്ങനെ 2 രാജ്യങ്ങളായിട്ട് വേർപെട്ടതിൻ്റെ അതായത് നമ്മൾ പറയും ഈ ഡിവോഴ്സ് ഒക്കെ ആവുമ്പോൾ അനുഭവിക്കുന്നത് മക്കളാണെന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്വാർത്ഥതയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഈ ജനങ്ങൾ ഇപ്പോഴും അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ പറയുന്നത്, അതായത് മറ്റൊരു വിഭജനം ഇനി ഉണ്ടാകാതിരിക്കാൻ ചരിത്രം അങ്ങ് പാടെ വിസ്മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് വിഭജന ഭീതി ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഘോഷിക്കുമ്പോൾ, അതായത് നമുക്കറിയാം കിഴക്കൻ ഇന്ത്യയിൽ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉള്ള 3 തീവ്രവാദികളിൽ ഒരെണ്ണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ്, അറിയായിരിക്കും. 2 നക്സലിസ്റ്റുകളാണെങ്കിൽ 3ാമത് വിഘടനവാദികളാണ്. അതായത് അവിടെയുള്ള ഈ പറയുന്ന 7 തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം, അരുണാചൽ പ്രദേശ് പോലുള്ള അവിടെ അവർക്ക് സ്വന്തമായ രാജ്യമായി മാറണം, അല്ലെങ്കിൽ ചൈനയോടൊപ്പം ആണ് തങ്ങൾ ചേരേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യമായി മാറണം എന്നുള്ള ചിന്താഗതിയിലുള്ള അത്തരത്തിലുള്ള റാഡിക്കൽസ് ആയിട്ടുള്ള ടെററിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൗലികവാദികളും ഒക്കെ അവിടെ ഉള്ള സ്ഥലം. അപ്പം ഇപ്പോഴും വിഭജനത്തിന് ഒരു സാധ്യതയുണ്ട്. നമ്മളിപ്പോഴും അവിടെ ഈ ഭാഗങ്ങളിൽ ചെല്ലുന്ന നാഗാലാൻഡിൽ പോലുള്ള, അതായത് ഇന്ത്യയുടെ കൊടി വീശാൻ മടിയുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെ തെക്ക് കിഴക്കുന്ന. അപ്പോൾ അവിടെ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് ആളുകളാണ്. അവിടെയുള്ള എല്ലാ ജനങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അവിടെയുള്ള ഈ കുറച്ച് ആൾക്കാരുണ്ട്, ഇന്ത്യയുടെ കൊടി എടുത്തു കഴിഞ്ഞാൽ അവിടെ പണിയാണ്. അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഇടിയും തൊഴിയും കിട്ടും എന്നുള്ളത് കൊണ്ട് അവരത് ചെയ്തില്ല. കുറച്ച് ആൾക്കാരുടെ കൺട്രോളിലാണ്. ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിഭജന ഭീതി ദിനം ആഘോഷിക്കണം. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഉണ്ടാവണം. നമ്മൾ ഒരു തവണ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് വീഴുന്ന സ്പോട്ട് ഓർത്ത് വയ്ക്കും അല്ലേ? അതേ സ്പോട്ടിൽ എത്തുമ്പോൾ അവിടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വീഴും എന്നുള്ളത് അതുപോലെയാണ് നമുക്കുണ്ടായ ഒരു വീഴ്ചയാണത്. ആ വീഴ്ച ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അത് സർക്കാർ ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനമല്ല ഇത്. അതായത് ഇതിപ്പോൾ സർക്കാരിന് അങ്ങനെ ചിന്തിച്ചാൽ പോരെയെന്ന് വിചാരിക്കും. കേന്ദ്ര സർക്കാരിന് ഇനിയൊരു വിഭജനം ഉണ്ടാവാതിരിക്കാൻ അനുവദിക്കാതിരുന്നാൽ പോരെ. അങ്ങനെയല്ല. ഒരു വിഭജനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ മനസ്സിലാണ് ആശയം ഉണ്ടാകുന്നത്. നമ്മൾ വേറെയാണ്, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ വേറെ എന്നുള്ളൊരു തോന്നൽ ഇല്ലാതാവുക. അതായത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണല്ലോ നമ്മുടെ ഭാരതം എന്ന സങ്കല്പം. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ദിനം ആഘോഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ ഇന്നലെ അരങ്ങേറിയ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇവിടെ ചില നാണം കെട്ടവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വിഭജന ഭീതി ദിനം നമ്മൾ ആ ഒരു പാകിസ്ഥാൻ്റെ അത്തരത്തിലുള്ള ഈ ഒരു നല്ല ദിവസത്തിനെ നമ്മൾ മോശമാക്കി കാണേണ്ട കാര്യമുണ്ടോ? പാകിസ്ഥാന് പോലും അതൊരു നല്ല ദിവസമല്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.